ഇന്ത്യ ഉണരുകയാണ്, ഹിന്ദു അല്ല ഉണരുന്നത്. കാരണം ഹിന്ദുവിനകത്ത് 100ഓളം ജാതികളാണ്. അതുണ്ടാക്കിയതൊക്കെ നീ തന്നെയാണ്. നിനക്കത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ എനിക്കത് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ദളിത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇന്ത്യയിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു ഭാഗം ഈ തീവ്രവാദ രീതിയിൽ പോയപ്പോൾ ഞാൻ എതിർക്കും, ഹിന്ദു എതിർക്കും, അതിനെ പൂർണ്ണമായിട്ട് എതിർക്കും. കാരണം ഇന്ത്യക്കത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇത് ഗ്ലോബൽ ത്രെട്ടാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റീസ് തന്നെയായിരിക്കും. എന്താണ് ഇവിടെ ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ സീതാപൂരിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്? എന്താണ് ഇത്? ആരാണ് തള്ളിവിട്ടത്? ഇതാരാണ് ഈ വൃത്തികെട്ട രീതിയിലോട്ട് കൊണ്ടുപോയത്? നിങ്ങൾ ഈ ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീകളുമായിട്ട് കാത്തലിക്സുമായിട്ടുള്ള ആ പ്രശ്നം, അതിൻ്റെ അകത്ത് 2 പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ പെൺകുട്ടികൾ വന്നു, അവരെ പിടിച്ചുകൊണ്ട് പോയി പോലീസ്. അത് ബജറാങ് ദളും കേരളത്തിൻ്റെ ആൾക്കാരും വലിയ ഇഷ്യൂ ആക്കി. പിന്നീട് അവിടെ ബജറാങ് ദളും പോലീസുകാരും ഈ പറഞ്ഞ ഹൗസ് ചർച്ചുകൾ അടയ്ക്കാൻ ശ്രമിച്ചു. അവൻ തെരുവിൽ വന്നു. മനസ്സിലാക്കുക പ്രിയപ്പെട്ട ഹിന്ദു സുഹൃത്തുക്കളെ, അത് ഈ തീവ്രവാദം ഇല്ലാത്തത് എല്ലാവരും മനസ്സിലാക്കുക. ഇന്ത്യയിലെ ദളിറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി അവൻ്റെ തലയിലിരിക്കുന്ന അംബേദ്കറൈറ്റാണ്.